ഹലോ എല്ലാവർക്കും എയർജി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വരുന്ന സിനിമ ജിത്തു അഷ്റഫ് എന്ന സംവിധായകന്റെ ആദ്യത്തെ സംവിധാന സംരംഭം. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒരു പോലീസ് കഥാപാത്രം, ഒരു പരിക്കനായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു സിനിമയുടെ സംവിധായകൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമ ആണെങ്കിൽ കൂടി ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം, ടീസറും ട്രെയിലറും ഒക്കെ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ള രീതിയിൽ എന്നിൽ ആകാംക്ഷ ഉണ്ടാക്കിയ അപ്ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എക്സ്പെക്ടേഷനോട് കൂടി, ഇതിന് അത്രമാത്രം ക്വാളിറ്റിയിലുള്ള സംഭവങ്ങളായിരുന്നു ഇതിന്റെ ട്രെയിലറൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടും എന്നെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിച്ച ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് പടം, ഇജാതി പടം. അത് കിടിലനായിട്ട് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സംവിധാന സംരംഭത്തിന്റെ യാതൊരുവിധ പതർച്ചയും ഇല്ലാതെ കിടിലനായിട്ടാണ് ജിത്തു ഈ ഒരു പടം ചെയ്തു വെച്ചിരിക്കുന്നത്. കിഡിലൻ മേക്കിംഗ് അടെ, കിഡിലൻ മേക്കിംഗ്. അതായത് സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ വായും പൊളന്ന് ഇരുത്തിക്കുന്ന രീതിയിൽ. ഇതിനകത്ത് ഭയങ്കര സസ്പെൻസോ കാര്യങ്ങളോ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് ത്രില്ലർ മോഡിലാണ് ഈ ഒരു സിനിമ മൊത്തം പോകുന്നത്. അത്രയും നേരം സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയുടെ മുന്നിൽ, അതായത് ഒരു സസ്പെൻസോ കാര്യങ്ങളൊന്നും അല്ല. ഒരു പോലീസുകാരൻ പ്രതികളെ കണ്ടെത്താനായിട്ട് നടത്തുന്നതും അയാളെ അതെങ്ങനെയാണ് ഇമോഷണലായിട്ട് എഫക്ട് ചെയ്യുന്നതെന്നും അതൊക്കെയാണ് കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പക്ഷെ അത്രയും ഇത് കിഡിലനായിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ കഥ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല ഈ ഒരു സിനിമയുടെ കഥ, ഭയങ്കര ഫ്രഷ് സംഭവമൊന്നുമല്ല. പക്ഷേ ഇതിന്റെ മേക്കിംഗ് ബ്രില്യൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി. ചെറിയൊരു കേസിൽ നിന്ന് തുടങ്ങി അത് വലിയൊരു ക്രൈമിലേക്ക് എത്തുന്നതും ആ കുറ്റവാളികളെ കണ്ടെത്തുന്നതും ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കുറെ ഇവന്റ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും ആ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന രീതിയൊക്കെ അതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കിഡിലൻ മേക്കിംഗ്, കിഡിലൻ എഴുത്ത്, സംഭവം വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ പല ഭാഗത്തും ഇതിനകത്ത് വില്ലന്മാരോട് നമുക്ക് തോന്നുന്ന ദേഷ്യം, അതായത് വിശാഖ് നായരൊക്കെയാണ് ഇതിനകത്ത് ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ആ വില്ലനൊക്കെ കൈ കിട്ടിയാണ്ടല്ലോ നമ്മുടെ മനസ്സിനൊക്കെ സിനിമയ്ക്കകത്ത് നരസിംഹം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷീല മാം ഇടിയടാവനെ എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലൊരു നമുക്കൊരു വികാരമാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. വില്ലനെ കൈ കിട്ടുമ്പോഴത്തേക്ക് കൊടിക്കട കണ്ടോ എന്ന് പറയാൻ തോന്നുന്ന രീതിയിൽ വിശാഖ് നായരുടെയൊക്കെ പെർഫോമൻസ്, നമ്മുടെ ആനന്ദം സിനിമയ്ക്കകത്തൊക്കെ പുള്ളിയുണ്ട്. പുള്ളിയുടെ ഇത്തരത്തിലൊരു മേക്ക് ഓവർ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വില്ലനല്ല, കുറച്ച് വില്ലന്മാരുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് കിഡിലനായിരുന്നു. കൈ കിട്ടിയ ഒരെണ്ണം കൊടുക്കണം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വില്ലനിസം. ആ വില്ലനിസമാണ് നായകൻ ജയിക്കണം എന്നുള്ളൊരു തോന്നൽ പ്രേക്ഷകർ ഉണ്ടാവുകയും ആ നായകന്റെ കൂടെ ഈ ഒരു സിനിമയ്ക്കകത്ത് യാത്ര ചെയ്യാനായിട്ട് പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നതും അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ആയിട്ട് കണ്ട ഒരു സിനിമ. ഈ അടുത്ത് ഇറങ്ങിയതിൽ ഭയങ്കരമായിട്ട് സിനിമയ്ക്കകത്ത് ഇറങ്ങിച്ചെന്ന് കാണുക എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ ഇറങ്ങിച്ചെന്ന് കണ്ട ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ഒരു സിനിമയുടെ നായകൻ കുഞ്ചാക്കോ ബോബൻ. പണ്ടൊക്കെ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് ഒരു ആക്ഷൻ പടം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സീരിയസ് പടം വരിക എന്ന് പറഞ്ഞാൽ പലരുടെയും നെറ്റിച്ചുളിയുന്ന ഒരു കാര്യമാണ്. പുള്ളിക്ക് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ പ്രാധാന്യമുള്ള സിനിമകളൊന്നും ചേരത്തില്ല എന്നാണ് എല്ലാവരും ധരിച്ച് കുറേ പേരൊക്കെ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് അമൽനീരതമായിട്ട് ഒരു സിനിമ വന്നപ്പോൾ പോലും പലരും പറഞ്ഞ കാര്യമാണ്, ആക്ഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള റോൾസ് കുഞ്ചാക്കോ ബോബന് ചേരുന്നില്ല എന്നുള്ള രീതിയിൽ. അവർക്കൊക്കെ ഉള്ള ഒരു ഒന്നൊന്നര മറുപടിയാണ് ഈ ഒരു സിനിമ. പുള്ളിയെ കാണിക്കുന്ന ആദ്യത്തെ ഷോട്ട് മുതൽ ആ ഒരു പരിക്കനായിട്ടുള്ള പോലീസ് ഓഫീസറെ കിഡിലനാക്കിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കിഡിലൻ പെർഫോമൻസ്, കിഡിലൻ സ്ക്രീൻ പ്രസൻസ്, വേറെ ലെവലായിട്ട് ഒരു കുറ്റം പറയാനായിട്ടൊന്നും ഒരു പഴുതുപോലും ഇല്ലാത്ത പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിന് വരുന്ന എല്ലാതരം ഇമോഷൻസും അതിനകത്ത് ആക്ഷൻ ആയാലും ദേഷ്യമായാലും സങ്കടമായാലും എല്ലാം ആ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് കിഡിലനായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുള്ളത്. വേറെ ലെവൽ പെർഫോമൻസ് എന്ന് പറയാം. പോലീസ് യൂണിഫോം ഇത്രത്തോളം കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറിനെ ചേരുമെന്ന് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് പോലീസ് കഥാപാത്രം ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ SG മമ്മൂക്ക എന്നൊക്കെയാണ് നമ്മുടെ പറയുക. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരാളുടെ പേരും കൂടെ ധൈര്യമായിട്ട് പറയാൻ പറ്റും, കുഞ്ചാക്കോ ബോബൻ. ഒരു പോലീസുകാരന് വേണ്ട മാനറിസംസും ആ പോലീസ് യൂണിഫോം ഒക്കെ പക്ക ഫിറ്റ് ആണെന്നുള്ളതാണ്. ഇതിനു മുമ്പ് കുഞ്ചാക്കോ ബോബൻ ഇത്രയും കിടിലനായിട്ട് ഒരു സീരിയസ് റോള് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റ് ഫീൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് പക്ക ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഒരു എന്താ പറയുക മീറ്റർ പിടിച്ചിട്ടുള്ള ഒരു പോക്ക് ആക്ടിങ്.
കിഡിലനായിട്ട് ചെയ്തു വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയുടെ എവിടെയും ഒരു തരത്തിലും ഉള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യിക്കാതെ സ്റ്റാർട്ട് ടു എൻഡ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറും എഴുത്തുകാരനും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സസ്പെൻസ് ഉള്ള പടമാണെന്ന് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത്. അങ്ങനെ ഭയങ്കര സസ്പെൻസ് ഒന്നും ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സിനിമയല്ല. പ്രതികളെയൊക്കെ ആദ്യമേ കാണിച്ചുകൊണ്ട് തന്നെ ആ പ്രതികളെ എങ്ങനെ പിടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു ഡാർക്കർ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻസും ഒക്കെ ഉള്ള ഒരു സിനിമ. കുഞ്ചാക്കോ ബോബൻ ഇത്രയും കിടിലനായിട്ട് ആക്ഷൻ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് വേറൊരു പടത്തിലും കണ്ടിട്ടില്ല. അത്രയും കിടിലനായിട്ടാണ് ഈ സെക്കൻഡ് ഹാഫിൽ 2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് രണ്ടും കിടിലനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ കുറേ അധികം പടത്തിലേക്ക് ഇൻവോൾവ് ആയിട്ടിരുന്നാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതും റോബി വർഗീസ് രാജാണ്, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടറാണ് പുള്ളി. കിടിലൻ സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു ഡാർക്കർ വെർഷൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു പടത്തെ വിശേഷിപ്പിക്കാൻ. ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞതേ ഉള്ളൂ. ആ കഥയുമായിട്ടോ അതിനകത്തുള്ള ക്രൈമുമായിട്ടോ ഒന്നും ഇതിനകത്ത് യാതൊരുവിധ ബന്ധവുമില്ല. മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു പാറ്റേൺ നമുക്ക് തോന്നിയേക്കാം. അത് കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടും ഡാർക്കർ ആയിട്ടും ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. അത് കിടിലനായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ കിടിലം. വില്ലന്മാർക്ക് ഇട്ട് 2 പൊട്ടിക്കണമെന്ന് നമുക്ക് തോന്നും. അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ ജാക്സ് ബിജോയുടെ മ്യൂസിക് പൊളപ്പനായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിടിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ അല്ലാതെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ പ്രിയാമണി ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ വില്ലനായിട്ടുള്ള വിശാഖ് നായർ ഉണ്ട്. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അവരുടെ എല്ലാം പെർഫോമൻസും അടിപൊളിയായിരുന്നു. ആരും മോശമായി പോയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായില്ല. എല്ലാവരും നല്ല കിഡിലിനായിട്ട് സിനിമയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്, മേക്കിംഗ്, ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന, തിയേറ്റർ വാച്ച് ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.